എല്ലാ പ്ലാനിങ്ങിനകത്തും ഒരു പ്ലാൻ എയോ ഒരു പ്ലാൻ ബിയോ പ്ലാൻ സിയോ ഒക്കെ ഉണ്ടാവും. അതൊരു പക്ഷേ നമ്മൾ കേൾക്കുന്നത് പോലും വളരെ വൈകിട്ടാണ്. പ്ലാൻ എ എന്താണ്, പ്ലാൻ ബി എന്താണ്, പ്ലാൻ സി എന്താണ്, പ്രൈമറി പ്ലാൻ എന്താണ്, സെക്കൻഡറി പ്ലാൻ എന്താണ്. പ്ലാൻ എ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈമറി പ്ലാനാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു പ്ലാനാണ് പ്ലാൻ എ. എപ്പോഴും അതിനെ നമ്മൾ പ്ലാൻ എ എന്ന് വിളിക്കും. ഇപ്പം എല്ലാം സർവ്വസാധാരണമായിട്ട് ആളുകൾ വിളിക്കുന്ന പേരാണ് പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ. പ്ലാൻ ബി എന്ന് പറയുന്നത് ശരിക്ക് ഇതിന്റെ ഇതിനെ ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാൻ അല്ല. ആക്ച്വലി പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് പ്ലാനാണ്. സോറി. പ്ലാൻ ബി എന്ന് പറയുമ്പോൾ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ. ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ ഈ പ്ലാൻ എയുമായിട്ടൊരു കണക്ഷനും ഇല്ലാത്ത ഒരു പ്ലാൻ ബി ടൈപ്പ് പ്ലാൻ. എക്ക് എന്തെങ്കിലും പറ്റിയാൽ പ്ലാൻ ബി എന്നുള്ള ഇത് ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ആവശ്യം. ബേസിക്കലി ഈ പ്ലാനുകൾ കമ്പനികൾക്ക്, പ്രോജക്റ്റുകൾക്ക്, ഇംപ്ലിമെന്റേഷൻ ലെവലില്, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂടെ അഡീഷണൽ ഇൻകം, പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ അഡീഷണൽ ഇൻകമാണ്. ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. കാരണം കറണ്ട് സിനാരിയോ വെച്ചിട്ട് എംപ്ലോയീസ് 100% എംപ്ലോയീസിലും 95% എംപ്ലോയീസിനും കിട്ടുന്ന സാലറി തികയാത്തവരാണ്. 5% ആളുകളായിരിക്കും, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ആളുകളായിരിക്കും കിട്ടുന്ന സാലറി കംഫർട്ടബിളി ഓക്കെ ആയിരിക്കും. ബാക്കി എല്ലാവർക്കും കിട്ടുന്ന സാലറി അവരുടെ ബജറ്റിന്, അവരുടെ ചെലവിന്, അവരുടെ ഫോർകാസ്റ്റിങ്ങിനും അല്ലെങ്കിൽ അവരുടെ കറണ്ട് എക്സ്പെൻസിന് തികയാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്ലാൻ ബി ഇവർക്ക് നിർബന്ധമായിരിക്കും. ചിലർക്കത് ചെയ്യാൻ കഴിയില്ല. അവരുടെ ടൈം കൊണ്ടോ അവരുടെ എനർജി കൊണ്ടോ അവരുടെ ജോലി ഭാരം കൊണ്ടോ ചെയ്യാൻ കഴിയില്ല. ചിലർക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അതുകൊണ്ട് അവർ ചെയ്തെന്നിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് പ്ലാൻ ബി ഉണ്ടാവും. മറ്റൊരു പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ ബി, വീട്ടിലേക്ക് ഫൈനാൻസ് കൊണ്ടുവരുന്ന ആള്, മെയിൻ ആൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ പ്ലാൻ ബി. ഒരു ചെറിയ വീടിനോട് ചേരി ചെറിയ 2 റൂമുണ്ട്. ആ റൂമിൽ ചെറിയൊരു വാടക ഉണ്ട്. ഒരു മെയിൻ സാലറി നിന്ന് പോയാൽ ഈ വാടക കൊണ്ട് പട്ടിണി ഇല്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷേ അതൊരു ബാക്കപ്പ് പ്ലാനുകളാണ്. പ്ലാൻ ബി ഒരു പക്ഷേ ചിലപ്പം മെയിൻ ഇൻകം കൊണ്ടുവരുന്ന ആൾക്ക് ശേഷം വൈഫ് പറയണ്ടായിരിക്കും, ഞാൻ ചെയ്തോളാം, ഈ പ്ലാൻ നല്ല പ്ലാനാണ്, നിങ്ങൾക്ക് സമയവും ഇല്ല, പിന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനർജിയും ഇല്ല, ജോലി ഭാരം കൂടുതലുമാണ്, എന്തായാലും ഇത് സൈഡായിട്ട് ചെയ്യണം, അപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ദ പ്ലാൻ ബി. അപ്പോൾ ഒരു സെക്കൻഡറി പ്ലാൻ, ഈ പ്ലാൻ ഒന്നിനപ്പുറത്ത് പലരും വർക്ക് ചെയ്യും. ഒരു വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻകം കൊണ്ടുവരുന്ന ആളുകൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻകമിങ് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ആ വീട്ടിൽ കുറേ ആളുകൾ ഫിനാൻസ് ചിലവാക്കാനായിട്ട് നിൽക്കുകയാണ്. അവർ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഫിനാൻഷ്യൽ ഔട്ട് ഗോയിങ് കൂടുതലായിരിക്കും, എക്സ്പെൻസ് കൂടുതലും, ഇൻകം കുറവായിരിക്കും. എപ്പോഴും ഒരു വീട്ടിലുള്ള ആളുകൾ, ഇത് കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങളുള്ള വീട്ടിൽ നിങ്ങൾ ഇൻകം റവന്യൂ ക്രിയേറ്റർ ആവണം എന്നേ പറയാനുള്ളൂ. കാരണം എനിക്കറിയാം, ഞാൻ എൻ്റെ ലൈഫിൽ ചെറിയ പ്രായം മുതൽ, ഒരു പക്ഷേ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന് മുതൽ ഇൻകം ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല ടൈമാണ്. 6 വയസ്സിന് മുകളിലുള്ള ടൈമിൽ ഒരാൾ ഇൻകം ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്ന പ്രാക്ടീസ് ചെയ്യണം. അന്ന് പച്ചക്കറിയൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ഇൻകം ക്രിയേഷൻ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെയ്തത്. അപ്പൊ എന്നിട്ട് ഇൻകം ക്രിയേഷന്റെ കാര്യങ്ങളൊന്നും എന്നേക്കുമായിട്ട് നമ്മൾ അവസാനിപ്പിച്ചിട്ടുമില്ല. ഇൻകം ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യാതൊരു വ്യത്യാസവും ഇല്ലാതെ, യാതൊരു വേരിയേഷനും ഇല്ലാതെ ഇൻകം ക്രിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം നിർത്താതെ ഇൻകം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കുന്ന, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻഡിച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ ധാരാളമായിട്ട്
വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മളെ കൊണ്ട് വീട്ടിലുള്ള ഓരോ ആളുകളും ശ്രമിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലേക്കും ഈ ഫണ്ടുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി പ്ലാനും ഇത്തരത്തിലുള്ള പ്ലാനൊക്കെ ഉണ്ടായാൽ കുഴപ്പമില്ല. ചിലപ്പോൾ ചില രക്ഷിതാക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ഇത്രയും കഴിയും, എന്നെ കൊണ്ട് ഇനി കഴിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ പെൻഷനാവാറായി, പിന്നെ ഞാനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ പെൻഷനാവാൻ പോകുക എന്നുള്ളത് തന്നെ നമ്മൾ മെൻ്റലി നമ്മൾ ഫിസിക്കലി നമ്മൾ ഇല്ലാതാവുക. 50, 55, 60, 65 വയസ്സാകുമ്പോഴേക്കും നിന്ന് പോകുന്ന അവസ്ഥ. അതിനപ്പുറത്തേക്ക് നമ്മളെ പാഷനോ നമ്മുടെ ഇഷ്ടമോ നമുക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. പലപ്പോഴും ലോകത്ത് സക്സസ്ഫുൾ ആയ പല ആളുകളും 50, 55, 60, 65 വയസ്സിലൊക്കെയാണ് അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാനുകൾ ഇനീഷ്യേറ്റ് ചെയ്തത് പോലും, തുടങ്ങിയത് പോലും. സോ അത്തരത്തിലുള്ള ഒരു സിനാരിയോയിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് പ്ലാൻ എ, പ്ലാൻ ബി, പ്രൈമറി പ്ലാനിങ്, സെക്കൻഡറി പ്ലാനിങ്, സപ്പോർട്ടിംഗ് പ്ലാനിങ്, ബാക്കപ്പ് പ്ലാനിങ്, ഇങ്ങനത്തെ പ്ലാനിങ്ങുകളൊക്കെ. ഇനി നമുക്ക് ഇങ്ങനത്തെ പ്ലാനിങ് ഉണ്ടോ, ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുവാണോ, ഇതൊക്കെ മുമ്പ് ഉണ്ടായിട്ട് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ നിർത്തിവെച്ചോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓരോ പ്രോജക്റ്റും ഓരോ പ്ലാൻസും നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് നോക്കുക അവനവന് വേണ്ടിയിട്ട്. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ.